കുറഞ്ഞ ചെലവിൽ അത്യാധുനിക ആരോഗ്യ പരിരക്ഷ. MCS ഹോസ്പിറ്റൽ. വി ടേക്ക് കെയർ ഓഫ് യുവർ ഹെൽത്ത്. 30 ആണ്ട് മുമ്പ് വിരൽത്തുമ്പിലെഴുതിച്ച മകൾക്കൊപ്പം M.Ed റാങ്ക് തിലക്കത്തിൽ ഹുസൈൻ മാഷ്. പിതാവെന്നതിനൊപ്പം ക്ലാസ് മുറിയിലെ ഉറ്റ സഹപാഠികൾ കൂടിയാണ് ഈ പിതാവും മകളും. മുപ്പത് വർഷങ്ങൾക്ക് മുമ്പ് കുഞ്ഞു ഫൗസിയയെ വിരൽത്തുമ്പിൽ അക്ഷരലോകത്തേക്ക് കൂട്ടിയിരുത്തിയപ്പോൾ ആ അച്ഛൻ കരുതിയിരിക്കില്ല കാലം തങ്ങൾക്കായി കരുതി വെച്ച ഈ അപൂർവ നേട്ടം. ഇന്ന് ആ മകളുടെ കൈപിടിച്ച് 60-ാം വയസ്സിൽ M.Ed റാങ്കിന്റെ തിളക്കത്തിൽ നിൽക്കുകയാണ് മൂവാറ്റുപുഴ പേഴക്കാപ്പിള്ളി പെരുമ്പാട്ടു PS ഹുസൈൻ. MG യൂണിവേഴ്സിറ്റി M.Ed പരീക്ഷാഫലം വന്നപ്പോൾ മകൾ ഫൗസിയ 2ാം റാങ്കോടെയും അച്ഛൻ ഹുസൈൻ മാഷ് 12ാം റാങ്കോടെയും എല്ലാ വിഷയങ്ങളിലും A+ നേടി ഒന്നിച്ച് വിജയക്കൊടി പാറിച്ചു. ചെറുവട്ടൂർ ഗവൺമെന്റ് TTയിൽ നിന്ന് അധ്യാപകനായി ഔദ്യോഗിക ജീവിതത്തോട് വിട പറഞ്ഞപ്പോഴാണ് ഹുസൈൻ മാഷിൽ പഴയൊരു സ്വപ്നം വീണ്ടും തളിരിട്ടത്. വിരമിക്കൽ ജീവിതത്തിന്റെ വിശ്രമത്തിലേക്ക് ഒതുങ്ങിക്കൂടാൻ ഹുസൈൻ മാഷ് തയ്യാറായിരുന്നില്ല. മകൾക്കൊപ്പം മൂവാറ്റുപുഴ ശ്രീനാരായണ കോളേജ് ഓഫ് എഡ്യൂക്കേഷനിൽ നിന്ന് വീണ്ടും വിദ്യാർത്ഥിയായി. പ്രോജക്റ്റുകളും സെമിനാറുകളും നിറഞ്ഞ പുതിയ കാലത്തെ പഠനരീതികൾ ഈ 60-കാരന് ഒട്ടും കടുപ്പമായിരുന്നില്ല. ഒരു ദശകത്തോളം ഗവൺമെന്റ് അധ്യാപകരുടെ പരിശീലന കേന്ദ്രത്തിൽ പ്രോജക്റ്റ് വർക്കുകളിലും ട്രെയിനിങ്ങുകളിലും നിരന്തരം പങ്കെടുത്ത പരിചയ സമ്പത്ത് ഹുസൈൻ മാഷിന് തുണയായി. ക്ലാസ് മുറിയിൽ മകൾ സഹപാഠിയായപ്പോൾ പഠനം കൂടുതൽ ആവേശമായി. സംശയങ്ങൾ പരസ്പരം ചോദിച്ചും നോട്ട്സുകൾ പങ്കുവെച്ചും അവർ കോളേജിലെ സജീവ സാന്നിധ്യമായി മാറി. പഠനത്തിൽ അച്ഛനും മകളും തമ്മിൽ ആരോഗ്യകരമായ ഒരു മത്സരം കൂടിയാണ് ക്ലാസ് മുറിയിൽ നടന്നത്. ക്ലാസ് മുറിയിലെ മുതിർന്ന വിദ്യാർത്ഥിയുടെ വിജയം അധ്യാപകർക്കും സഹപാഠികൾക്കും ഒരേപോലെ പ്രചോദനമാണ്. പ്രായം കേവലം അക്കങ്ങൾ മാത്രമാണെന്നും പഠിക്കാനുള്ള ആഗ്രഹമുണ്ടെങ്കിൽ ഏതു പ്രായത്തിലും ലക്ഷ്യങ്ങൾ കീഴടക്കാമെന്നും ഹുസൈൻ മാഷ് തെളിയിച്ചതായി കോളേജിലെ അധ്യാപകരും സാക്ഷ്യപ്പെടുത്തുന്നു. M.Ed എടുക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നെന്നും വാശിയോടെ പഠിച്ചുവെന്നും ഹുസൈൻ മാഷ് പറഞ്ഞു. ഞാൻ ഒരു റിട്ടയർഡ് അധ്യാപകനാണ്. 2024 മെയ്യിൽ ഗവൺമെൻറ് TTI ചെറുവട്ടൂരിൽ നിന്ന് റിട്ടയർഡ് ചെയ്ത അധ്യാപകനാണ്. 30 വർഷം ഗവൺമെൻറ് സർവീസിലുണ്ട്, സേവനം ചെയ്തു. അതിനു മുമ്പായിട്ട് 4 വർഷം അൺഎയ്ഡഡ് സ്കൂളിലാണ് വർക്ക് ചെയ്തത്. മലപ്പുറത്തായിരുന്നു. അവസാനം റിട്ടയർഡ് ചെയ്തത് എറണാകുളം ജില്ലയിലെ ചെറുവട്ടൂർ ഗവൺമെൻറ് TTയിൽ നിന്ന്. അപ്പോൾ എനിക്ക് സർവീസിലിരിക്കുമ്പോൾ തന്നെ M.Ed എടുക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ അന്നത്തെ സാമ്പത്തിക സാഹചര്യങ്ങൾ ലീവ് എടുത്ത് പോകണം, അതുകൊണ്ട് ഞാനത് ഒഴിവാക്കി. റിട്ടയർ ചെയ്ത ഉടനെ തന്നെ ഞാൻ മൂവാറ്റുപുഴ ശ്രീനാരായണ കോളേജ് ഓഫ് എഡ്യൂക്കേഷനിൽ M.Ed ചേർന്നു. അപ്പോഴാണ് മകള് B.Ed കഴിഞ്ഞ് ഫൗസിയ B.Ed കഴിഞ്ഞിരിക്കുക. അപ്പോൾ അവളെയും കൂടെ കൂട്ടി ഞാൻ M.Edന് ഇവിടെ വന്നു. എനിക്കൊരു സഹായിയും താങ്ങും ഒരു ഉപദേശകയുമായിട്ടാണ് മകൾ ഫൗസിയ പ്രവർത്തിച്ചത്. തീസിസ് സമർപ്പിക്കുന്ന സമയത്തും ഇൻറ്റേൺഷിപ്പിനും ഒക്കെ ഞങ്ങൾ ഒന്നിച്ചായിരുന്നു. ചെറുവട്ടൂർ ഹൈസ്കൂളിലായിരുന്നു ഇൻറ്റേൺഷിപ്പ്. അതൊരു ചെറുവട്ടൂർ TTE തന്നെ ഇൻറ്റേൺഷിപ്പ് കിട്ടി. പേഴക്കാപ്പള്ളി ഹൈസ്കൂളിൽ പോയി ഇൻറ്റേൺഷിപ്പ് ചെയ്തു. അങ്ങനെ എല്ലാം ഒന്നിച്ചായിരുന്നു. വളരെ സന്തോഷവും അഭിമാനവും ഉണ്ടെന്ന് മകൾ ഫൗസിയയും പറഞ്ഞു. ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള ഒരു മൊമെൻ്റാണ്. ആദ്യം ദൈവത്തിനോട് നന്ദി പറയുന്നു. ഈ ഒരു സ്ഥാപനത്തിൽ ഞാൻ B.Ed ഇവിടെയായിരുന്നു ചെയ്തത്. വീണ്ടും M.Ed എന്നൊരു കോഴ്സ് ചെയ്യാൻ വേണ്ടി ഇങ്ങോട്ട് വരാനും അതുപോലെ എൻ്റെ വാപ്പച്ചിയോടൊപ്പം പഠിക്കാനും ക്ലാസ് റൂം ഷെയർ ചെയ്ത് ഞങ്ങൾ ഒരുമിച്ചിരുന്ന് പഠിക്കാനും ഒക്കെ കഴിഞ്ഞതിൽ എനിക്ക് ഒരുപാട് സന്തോഷം, അതുപോലെ അഭിമാനമുണ്ട്. ഒത്തിരി സന്തോഷം. ഹുസൈൻ മാഷിന്റെയും ഫൗസിയയുടെയും ഈ നേട്ടം തങ്ങളുടെ കൂടി വിജയമാണെന്നാണ് സഹപാഠികളുടെ പക്ഷം. ക്യാമ്പസിലെ ഏത് കാര്യത്തിനും മുന്നിൽ നിൽക്കുന്ന മാഷിന്റെ ഊർജ്ജം തങ്ങളെയും ഏറെ സ്വാധീനിച്ചിട്ടുണ്ടെന്ന് കൂടെ പഠിച്ച റാങ്ക് നേടിയ മറ്റു വിദ്യാർത്ഥികളും പറയുന്നു. ഒരാൾ റിട്ടയർ ചെയ്ത് കഴിഞ്ഞിട്ട് പഠിക്കാൻ വരിക, അത് ബാക്കിയുള്ളവർക്ക് എല്ലാവർക്കും ഒരു പ്രചോദനമാണ്. ചിലർ വിചാരിക്കും റിട്ടയർമെന്റ് കഴിഞ്ഞാൽ പിന്നെ വിശ്രമ ജീവിതമാണല്ലോ, പിന്നെ എന്തിനെന്നുള്ളത്. പക്ഷേ അവിടെയൊക്കെ അതിനെയൊക്കെ മറികടന്ന് അല്ല, പഠനം എന്ന് പറയുന്ന ഒരു ലൈഫ് ലോങ് ജേർണിയാണ്, അത് ആസ്വദിച്ച് ചെയ്യാവുന്ന ഒരു കാര്യമാണെന്നൊക്കെ എല്ലാവർക്കും ഒരു മോട്ടിവേഷൻ കൊടുക്കാൻ കെൽപ്പുള്ള തരത്തിലുള്ളതായിരുന്നു സാറിൻ്റെ ഒരു അഡ്മിഷൻ എടുക്കലും ബാക്കി പഠിക്കലും ഒക്കെ. പിന്നെ സാറ് പറയും പ്രായമുള്ള ആളായതിൻ്റെ ആദ്യമൊക്കെ ഒരു കൺഫ്യൂഷനായിരുന്നു, ദൈവമേ എങ്ങനെയെന്നൊക്കെ ഉള്ളത്. പക്ഷേ പിന്നീട് പരിചയപ്പെട്ട് വന്നപ്പോഴാണ്, എൻ്റെ അച്ഛൻ ടീച്ചറായിരുന്നു, അപ്പോൾ എൻ്റെ അച്ഛൻ്റെ ഒപ്പം വർക്ക് ചെയ്ത ആളാണ്. അപ്പോൾ അതും ഒരു ഭയങ്കര ഒരു അനുഭവമായിരുന്നു. അച്ഛൻ്റെ ഒപ്പം വർക്ക് ചെയ്ത ഒരാളുടെ കൂടെ ഞാൻ പഠിക്കുക എന്ന് പറയുന്നത്
പിന്നെ ഞങ്ങളെല്ലാവരും ക്ലാസ്സിലെല്ലാവരും പേരിട്ട് വിളിക്കണേ ഹുസുബ്രോ എന്നാണ്. അപ്പോൾ ഒരിക്കലും സാർ ഒരു പ്രായമുള്ള ഒരാളെന്നുള്ളതല്ല, നമ്മുടെ വൈബിനനുസരിച്ച് നമ്മുടെ കൂടെ ഇറങ്ങി വന്ന്, അതായത് എന്തൊരു കാര്യത്തിനും സാറിൻ്റെ സപ്പോർട്ട് ഭയങ്കരമായിട്ടുണ്ട്. അപ്പം ഹുസുബ്രോയ്ക്കും മോള് ഫൗസിയയ്ക്കും ഞങ്ങളുടെ 2 ക്ലാസ്മേറ്റ്സിനും ഒട്ടേറെ ആശംസകൾ. പഠനത്തിന് പ്രായമില്ലെന്ന വലിയ സന്ദേശം സമൂഹത്തിൽ നൽകിക്കൊണ്ട് അക്ഷരമുറ്റത്തെ ഈ അച്ഛനും മകളും ഇപ്പോൾ മറ്റുള്ളവർക്ക് വലിയൊരു മാതൃകയാവുകയാണ്. ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ്. കോതമംഗലം രൂപതയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനം വിശ്വജ്യോതി എഞ്ചിനീയറിംഗ് കോളേജ് വാഴക്കുളം. ഓട്ടോണമസ് പദവിയുടെ തിളക്കത്തിൽ സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്ത് 1/4 നൂറ്റാണ്ടിന്റെ പാരമ്പര്യം. NBA, NAC അക്രഡിറ്റേഷനുകൾ, മൾട്ടിനാഷണൽ കമ്പനികളിലടക്കം മികച്ച പ്ലേസ്മെന്റ്, അന്തർദേശീയ നിലവാരമുള്ള ലാബുകൾ, അക്കാദമിക് എക്സലൻസിനോടൊപ്പം വൈവിധ്യമാർന്ന പാഠ്യേതര പ്രവർത്തനങ്ങൾ, BTech കോഴ്സുകൾ, MBA, ആഗോള തൊഴിൽ സാധ്യതകളുമായി ഹോട്ടൽ മാനേജ്മെന്റ് ആൻഡ് കാറ്ററിംഗ് ടെക്നോളജി. സിൽവർ ജൂബിലിയുടെ നിറവിൽ അക്കാദമിക് മികവിന്റെ 25 വർഷങ്ങൾ പിന്നിടുന്ന വിശ്വജ്യോതിയോടൊപ്പം നിങ്ങളുടെ ഭാവി സുരക്ഷിതമാക്കൂ.